സൂര്യയെ നായകനാക്കി കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് റെട്രോ. വലിയ പ്രതീക്ഷയോടെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. സൂര്യയ്ക്ക് ഒരു ഹിറ്റ് നൽകാൻ കാർത്തിക് സുബരാജിനെ കൊണ്ടും സാധിച്ചില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. സിനിമയുടെ കളക്ഷൻ കണക്കുകളും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. സിനിമ റിലീസ് ചെയ്ത ആദ്യ ദിവസം ഞായറാഴ്ച 7.45 കോടി രൂപയാണ് തിയേറ്ററിൽ നിന്ന് നേടാനായത്. എന്നാൽ തിങ്കളാഴ്ച 2.94 കോടി മാത്രമായി സിനിമയുടെ കളക്ഷൻ ചുരുങ്ങി. ഇപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 73.5 കോടി രൂപയിലധികം കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ട്. ദിനംപ്രതി സിനിമയുടെ കളക്ഷൻ കണക്കുകൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യയുടെ 44ാം ചിത്രമാണ് റെട്രോ. 1980കളിൽ നടക്കുന്ന കഥയാണ് റെട്രോ പറയുന്നത്. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിൽ നായികയായെത്തുന്നത്. ജോജു ജോർജ്, ജയറാം, നാസർ, പ്രകാശ് രാജ്, സുജിത് ശങ്കർ, കരുണാകരൻ, പ്രേംകുമാർ, രാമചന്ദ്രൻ ദുരൈരാജ്, സന്ദീപ് രാജ്, മുരുകവേൽ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. സൂര്യയുടെ 2D സിനിമാസും കാർത്തിക് സുബരാജിന്റെ സ്റ്റോൺ ബെഞ്ചും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് സന്തോഷ് നാരായണനാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് റെട്രോയുടെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയത്. 80 കോടി രൂപയ്ക്കായിരുന്നു ഇവർ ചിത്രം വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.